Guys, this is what we are looking for. ഇതാണ് അസെൻഷൻ കത്തീഡ്രൽ. വേൾഡിലെ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് വുഡൻ കത്തീഡ്രലാണ് അസെൻഷൻ കത്തീഡ്രൽ. ഇത് 1907 ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതൊരു റഷ്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലാണ്. ആൻഡ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് വുഡാണ് ആൻഡ് വിത്തൗട്ട് നെയിൽസ്, ആണി ഉപയോഗിക്കാതെ ഉണ്ടാക്കിയ കത്തീഡ്രലാണ്. നല്ല രസമുണ്ട് കാണാൻ. സോ ബ്യൂട്ടിഫുൾ. ഗായ്സ്, ഇതാണ് അസെൻഷൻ കത്തീഡ്രലിൻ്റെ ഫ്രണ്ട് ഡോർ. നല്ല ഹൈറ്റ് ഉണ്ട് ഗായ്സ്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആണ്. നമുക്ക് അകത്തോട്ട് കയറി കണ്ടു നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മളുടെ അടുത്ത ലൊക്കേഷൻ സ്റ്റേറ്റ് മ്യൂസിയം ആണ്. അപ്പോൾ നമ്മൾ അസെൻഷൻ കത്തീഡ്രലിൽ നിന്ന് നേരെ സ്റ്റേറ്റ് മ്യൂസിയത്തിലേക്ക് പോകാൻ പോണേണ്. അവിടെ എന്തായിരിക്കും സ്റ്റേറ്റ് മ്യൂസിയം? അവിടെ എന്തൊക്കെ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സും അതിന് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കുറച്ച് കിട്ടുന്നുണ്ട്. ഇന്ന് തിരക്കുണ്ടാവില്ല, ബിക്കോസ് നല്ല മഴയും തണുപ്പൊക്കെ ഇവിടെ. നമ്മളിപ്പോൾ സറൗണ്ടിങ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റില്ല, നല്ല ജാക്കറ്റും സെറ്റപ്പിലൊക്കെ. സോ ഇറ്റ്സ് ഗോണ ബി ഫൺ. മ്യൂസിയം ഗായ്സ്, അപ്പോൾ അസെൻഷനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. മ്യൂസിയത്തിലോട്ട് കണ്ടിരിക്കാം. അപ്പോൾ ബാക്കി സ്റ്റേറ്റ് മ്യൂസിയത്തിലെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് അവരാദ്യം മൊറോക്കൻ ടീ തന്നു. സോ ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാൻ വെച്ചേക്കാണോ? ഗോപ്രോയില് വ്ലോഗ് ചെയ്യാൻ പാടില്ലേ ഗൈസ്? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ചിക്കൻ ബർഗർ ആൻഡ് ബ്രോത്ത്, ഫ്രൈസ്, പിന്നെ കുറച്ച് പിക്കിൾസും കൂടി ഉണ്ട്. ഓക്കെ, അർജുനും സെയിം സാധനം ഓർഡർ ചെയ്തത്. പക്ഷേ വേറെ ടൈപ്പ് ബണ്ണാണ്. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന റെസ്റ്റോറൻറ്റ്. അടിപൊളി റെസ്റ്റോറൻ്റാണ്. നിങ്ങൾ വരുമ്പോൾ അസെൻഷൻ കത്തീഡ്രലിൻ്റെ അടുത്ത് വരുമ്പോൾ ലൈക്ക് അതിൻ്റെ അതാണ് അസെൻഷനിലേക്ക് പോകുന്ന വഴി. അതിൻ്റെ സൈഡിൽ തന്നെ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് കാണാം. ഔട്ട്ഡോർ ഇൻഡോറൊക്കെ അടിപൊളിയാണ്. നിങ്ങളെന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. സൂപ്പറാണ്. ഇവിടുത്തെ സർവീസും അടിപൊളിയാണ്. സൂപ്പറാണ് ഗായ്സ്. മറ്റേ സ്വെറ്റ് ഷർട്ട്സ് ഇട്ടുകൊണ്ടൊന്നും ഇങ്ങോട്ട് വരരുത്. മിനിമം ഒരു പഫർ ജാക്കറ്റെങ്കിലും നിങ്ങൾ ഇടേണ്ടി വരും. അത്യാവശ്യം നല്ല തണുപ്പും നല്ല കാറ്റും. ഇന്നാണെങ്കിൽ മഴയും ഉണ്ട്. അപ്പോൾ നല്ല തണുത്തിട്ട് നിൽക്കണൊക്കെ പഫർ ജാക്കറ്റ് ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ട് സാധാ സ്വെറ്റ് ഷർട്ട് പോലത്തെ സംഭവം ഇട്ടുകൊണ്ട് വന്നില്ല. തണുക്കുന്നുണ്ടോടാ?
തണുക്കുന്നുണ്ടോ ഫൈമേ? മാസ്കുലിനിറ്റി എവിടെ? അതാണ് പൊത്തി പിടിച്ചിരിക്കുന്നത് ഗൈസ്. ചുണ്ടിയുടെ കൂടെ ചിരിക്കി പോയി. അതാണ് പൊത്തി പിടിച്ചിരിക്കുന്നത്. ഓ എത്തി ഗൈസ്. ഇതിലേ പോവാ, അന്ന് അതിലേ പോവാ. തണുക്കുന്നു ഗൈസ്. അയ്യോ മണാലിയിൽ ഐസെങ്കിലും കാണാം. ഇത് വെറുതെ തണുക്കണം. ഇതൊന്നല്ല എൻട്രൻസ്, മാറ്റിയോ? ഇതെന്താ പാർക്കിംഗ് ഒക്കെ വാടാ, അതല്ലേ അത്. അതൊന്ന് എൻട്രി അല്ലേ, എൻട്രൻസ് അല്ലേ? എൻട്രൻസ് മാറ്റിയോ? ആ ഓക്കെ, അപ്പുറത്തെ സൈഡായിരിക്കും ഗായ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വരുന്നത്. മ്യൂസിയത്തിൻ്റെ പേരെന്തായിരുന്നടാ? സ്റ്റേറ്റ് മ്യൂസിയം. രൂപ കൊടുത്ത് നമ്മള് വേറൊരു തലസ്ഥാനമല്ല, എന്താ വേറെ രാജ്യത്ത് വന്ന് എനിക്ക് ഫഹീബ് ടൂറൊക്കെ പുറത്തിറങ്ങാൻ പറ്റണില്ല. നമുക്ക് ഇവിടെ വെറുതെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? എല്ലാരും ഇനി ഒരു കാര്യം പറയാം, ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, നടക്കുക. അത്രേ ഉള്ളൂ. ഓപ്ഷൻസ് പോയി. മഴ എന്ത് കുറെ മഴ പോവാൻ. പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കിണ്ടി വിറയ്ക്കും. പിന്നെ എന്താ നിന്റെ തുണിയാ? മഴയില്ല, എടാ മഴയില്ല. മഴയുണ്ട് കഴിച്ചത്, പൊടിയണുള്ളൂ. അല്ല എന്തായാലും ഇത് വരട്ടെ, എന്തായാലും ക്യാബ് തന്നെയുള്ളൂ. ക്യാബ് വരുത്താനുള്ള ഓപ്ഷൻ ഇല്ല, നെറ്റ് പോയി. ഞങ്ങള് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. മ്യൂസിയത്തിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവായി. 1-2 വീഡിയോസ് ഒക്കെ എടുത്തോളൂ. നല്ല മഴയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഓ ഓക്കെ, സിം എടുക്കണം ഗൈസ്. മറ്റേ ആക്റ്റീവ് സിം ഓൺലൈൻ റീചാർജ് ചെയ്തിട്ട് റീചാർജ് ആവുന്നില്ല. അപ്പോൾ നിങ്ങളത് എടുക്കുമ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതി. എന്തായാലും വൺ ഡേ ഞങ്ങൾക്ക് നെറ്റൊക്കെ കിട്ടിയായിരുന്നു. ഓക്കെ, സിറ്റിയിലൊക്കെ നല്ല തിരക്കാണ്. നല്ല തണുപ്പുണ്ട്. എനിക്ക് വയ്യ. അരമണിക്കൂർ കൂടുമ്പോ വിശക്കുന്ന തെണ്ടികൾ ഒരുമിച്ചാണ് ഞാൻ വന്നത്. കയ്യിലുള്ള കാശ് കൊടുത്ത് ഹോട്ടലിൽ കൊണ്ടേ കൊടുത്ത് തീർന്നു. ബഡ്ജറ്റുണ്ട്. ഫഹീമിന്റെ എല്ലാ ഐഡിയ. കസാക്കിസ്ഥാനില് മഴയില്ല. ഇത് നോക്കി, ഇനി മഴ പെയ്യാൻ ഇവിടെ ജില്ലകൾ ബാക്കിയില്ല. ഇനി ആകെ ഇവ പറഞ്ഞതിൽ ഇനി വരാനുള്ളത് തീവ്രവാദി ആക്രമണം മാത്രം. ബാക്കിയെല്ലാം വന്നു, തൃപ്തിയായി. നെറ്റും തീർന്ന്. ക്യാബ് ബുക്ക് ചെയ്യാൻ നെറ്റില്ല. ഈ അത് എങ്ങോട്ടാണെന്ന് അമ്യൂസ്മെന്റ് പാർക്കെന്നല്ല, മ്യൂസിയത്തിന് മുമ്പിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. ഗൈസ് സ്നോഫോൾ തുടങ്ങി ഗൈസ്. തലയിലൊക്കെ നീറ്റ് യൂസ് ചെയ്യാൻ പറ്റായി. എന്ത് ചെയ്യാം, ഞാൻ ഹോട്ട് ബോയ് ആയതുകൊണ്ടായിരിക്കും. തണുത്തിട്ട് നടക്കാൻ പറ്റണല്ല. നല്ല തണുപ്പുണ്ട്. കൈ കാണിച്ചാണ് അർജുനെ. കൈ കാണിച്ച് അവന്റെ കൈ ഫീൽ ചെയ്യില്ല. നിന്റെ കൈ കാണിച്ച്. ആ അതെ, കണ്ടോ ഐസ്.
സ്നോഫോൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ടൊരു കോഫി കുടിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി പോവാണ്. M5 പണ്ടത്തെ M5 400 അത് കുഴപ്പമില്ല. ഹോട്ട് ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ്. അർജുൻ നിനക്കെന്താ? ഹോട്ട് ചോക്ലേറ്റ് വേണ്ട. ചോക്ലേറ്റ് എനിക്ക് സാധാ കോഫി. എനിക്കും സാധാ കോഫി. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഗെയിമിംഗ് മോണിറ്ററാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാംസങ്ങിൻ്റെ കേർവ് മോണിറ്റർ. ഐ തിങ്ക് ഇറ്റ്സ് Quad HD plus ഡിസ്പ്ലേ. OLED സ്ക്രീൻ, കേർവ്ഡ് ആണ്. ഐ തിങ്ക് 34 inches വൈഡ്. അപ്പോൾ ഗെയിം കളിക്കാൻ പറ്റില്ല, സീനാണ്. പേഡ് അപ്പ് വിത്ത് RTX GPU ബേസ്ഡ് കസ്റ്റം ബിൽഡ്. സീരിയസാണ്. പ്രൈസിംഗ് ഒക്കെ ഇവർ കോർസെയറിൻ്റെ മെക്കാനിക്കൽ കീബോർഡ്സ്, ലോജിടെക്കിൻ്റെ ഗെയിമിംഗ് മൗസ് അതൊക്കെ കണ്ടപ്പോൾ പക്ഷേ ഓവറോൾ സെറ്റപ്പ് അടിപൊളി. പക്ഷേ ഇത് ക്വാളിറ്റി ഇല്ലടാ. കുഴപ്പമില്ല. ചെയറിന് നോക്കുകയാണെങ്കിൽ 2 ലക്ഷം 10K ആണ് കോർസെയർ. പക്ഷേ ഇതൊന്നും ഇവിടെ വന്ന ആൾക്കാരും മേടിക്കില്ല, ജസ്റ്റ് കാണിക്കാൻ മാത്രമേ പൈസ. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഗെയിമിംഗ് മോണിറ്ററാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാംസങ്ങിൻ്റെ കേർവ് മോണിറ്റർ. ഐ തിങ്ക് ഇറ്റ്സ് Quad HD plus ഡിസ്പ്ലേ. OLED സ്ക്രീൻ, കേർവ്ഡ് ആണ്. ഐ തിങ്ക് 34 inches വൈഡ്. അപ്പോൾ ഗെയിം കളിക്കാൻ പറ്റില്ല, സീനാണ്. പേഡ് അപ്പ് വിത്ത് RTX GPU ബേസ്ഡ് കസ്റ്റം ബിൽഡ്. സീരിയസാണ്. പ്രൈസിംഗ് ഒക്കെ ഇവർ കോർസെയറിൻ്റെ മെക്കാനിക്കൽ കീബോർഡ്സ്, ലോജിടെക്കിൻ്റെ ഗെയിമിംഗ് മൗസ് അതൊക്കെ കണ്ടപ്പോൾ പക്ഷേ ഓവറോൾ സെറ്റപ്പ് അടിപൊളി. പക്ഷേ ഇത് ക്വാളിറ്റി ഇല്ലടാ. കുഴപ്പമില്ല. ചെയറിന് നോക്കുകയാണെങ്കിൽ 2 ലക്ഷം 10K ആണ് കോർസെയർ. പക്ഷേ ഇതൊന്നും ഇവിടെ വന്ന ആൾക്കാരും മേടിക്കില്ല, ജസ്റ്റ് കാണിക്കാൻ മാത്രമേ